ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പുത്തൂരുള്ള സുവോളജിക്കൽ പാർക്ക് പബ്ലിക്കിനായി ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. പാർക്കിൻ്റെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. തിങ്കളാഴ്ച പാർക്ക് അവധിയായിരിക്കും. ടിക്കറ്റ് നിരക്കുകളും മറ്റു വിവരങ്ങളും ഞാൻ ഈ വീഡിയോയുടെ അവസാനം പിൻ ചെയ്യുന്നതാണ്. വേറിട്ടൊരു അനുഭവം തന്നെയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നമുക്ക് എല്ലാവർക്കുമായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതൊന്ന് കാണേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. 2 രീതിയിൽ നമുക്ക് പാർക്ക് കാണാവുന്നതാണ്. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ 50 രൂപ കൂടെ നൽകിയാൽ KSRTC ബസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നടന്നും കാണാം. നടന്ന് തന്നെ ആ കാഴ്ചകളെല്ലാം കാണണമെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. ഞങ്ങൾ നടന്നാണ് കണ്ടത്. കാരണം നമ്മൾ ആ പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ള രീതികളൊക്കെ ആസ്വദിക്കുന്നത് നടന്ന് തന്നെ കാണാം. നമുക്ക് ഒരിക്കലും ആ ബസ്സിൽ പോകുമ്പോൾ ആ ഒരു ഫീൽ കിട്ടില്ല. ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ചൂട് കൂടുതലായതുകൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ രാവിലെ 9 മണിക്ക് എത്തുന്ന രീതിയിലും അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്കായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ച് നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ചൂട് കാരണം. നടന്നു പോകുന്ന വഴികളിൽ തന്നെ നമുക്ക് വിശ്രമിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ കാഫറ്റീരിയകളുണ്ട്. നമുക്ക് അവിടെ നിന്ന് ടീയോ സ്നാക്സോ ഭക്ഷണം എന്ത് വേണമെങ്കിലും കഴിക്കാം. പുറത്തുള്ള റേറ്റൊക്കെ തന്നെയുള്ളൂ, ഒരുപാട് റേറ്റ് കൂടുതലൊന്നും ഇല്ല. നോർമൽ റേറ്റാണ് എല്ലാത്തിനും വരുന്നത്. ഈ ഒരാളെങ്ങനെ കണ്ടപ്പോൾ തന്നെ കൊടുത്ത പൈസ എല്ലാം മുതലായി. എല്ലാ മൃഗങ്ങളെയും നമുക്ക് ഇങ്ങനെ അടുത്ത് കാണാവുന്ന രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളതെല്ലാം. ഇങ്ങനെ അടുത്ത് കാണുന്ന അനുഭവം അത് മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒരേപോലെ എൻജോയ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള വഴികളിൽ കൂടെയൊക്കെ നടന്ന് ഈ പാർക്ക് ആസ്വദിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ്. ഇപ്പോഴത്തെ പാർക്കിൻ്റെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച് ഒട്ടക പക്ഷികളെയും കൂടി കണ്ടാൽ കാഴ്ചകളെല്ലാം അവസാനിക്കുന്നതാണ്. ഇത് ഹിപ്പോപ്പൊട്ടാമസിനെ ഒരുക്കിയിരിക്കുന്നതാണ്, പക്ഷേ ഹിപ്പോപ്പൊട്ടാമസിനെ കൊണ്ടുവന്നിട്ടില്ല. അവിടെ നിന്ന് നമുക്ക് KSRTC ബസ് അവൈലബിൾ ആണ്. അപ്പോൾ എൻട്രി വരെ നമുക്ക് ഫ്രീ ആയി തന്നെ അവർ എത്തിച്ചു തരുന്നതാണ്. നന്ദി.